എല്ലാ സെമിത്തേരികൾക്കും ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത ഇതാണ്: അവിടെ കൃത്യമായി മരിച്ചയാളുടെ പേരും ജനിച്ച ദിവസവും മരിച്ച ദിവസവും എഴുതി വെച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കാര്യം വളരെ കൃത്യമാണ്. നിങ്ങൾ നിങ്ങൾ അടക്കിയ ആൾ ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല എന്നൊരു ഉറപ്പാണ് ആ സെമിത്തേരിൽ എഴുതി വെച്ചിരിക്കുന്ന പേരും ജനിച്ച ദിവസവും മരിച്ച ദിവസവും ഒക്കെ. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരാളുടെ കല്ലറയിൽ മാത്രം അങ്ങനെ എഴുതപ്പെട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അയാൾ അവിടെ ഇല്ലായിരുന്നു. അതാണ് ഈസ്റ്ററിനെ നമ്മൾ ഇത്രത്തോളം ആഘോഷിക്കാനുള്ള ഒരു കാരണമായി മാറുന്നത്. നിങ്ങൾ ആരെ അന്വേഷിച്ചാണോ ഇവിടെ വന്നത്, നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കാനാണ് ഇവിടെ വന്നത്, നിങ്ങൾ ആരെ പേടിയാണോ ഇവിടെ വന്നത്, അയാൾ ഈ കല്ലറയിൽ ഇല്ല എന്ന് പറയാനായിട്ട് ഒരു മാലാഖ അവിടെ കാത്തിരുന്നു. അതാണ് ഈസ്റ്ററിൻ്റെ ഏറ്റവും വലിയ മഹാത്ഭുതം. ഇത് മഹാത്ഭുതം എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്തത കൂടിയുണ്ട്. ഇത് ആദ്യമായി പെട്ടെന്ന് സംഭവിച്ച കാര്യമൊന്നുമല്ല. യേശു പല പ്രാവശ്യം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാരോട് ഇത് പറഞ്ഞപ്പോൾ കുറേ ഫരിസേയരും നിയമത്തിനൊക്കെ ഇത് കേട്ടിട്ടുമുണ്ട്. പക്ഷേ ഈ ശിഷ്യന്മാരെന്ത് ചെയ്തെന്നറിയോ? ഒളിച്ചു. അവർ ഒളിച്ച് ആരും കാണാതെ ഒളിച്ചിരുന്നു. എന്നാൽ ഈ ശത്രുക്കൾ കൊന്നവരെന്ത് ചെയ്തെന്നറിയോ? അവർ പിലാത്തോസിനോട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, അവൻ പറഞ്ഞിട്ടുണ്ട് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേക്കുമെന്ന്, അതുകൊണ്ട് കാവലേർപ്പെടുത്തണം. അതാണ് ഈ കല്ലറയുടെ മറ്റൊരു പ്രത്യേകത. ആദ്യമായി മരിച്ചവനെ പേടിച്ച് അവർ കല്ലറയിൽ ആളേർപ്പെടുത്തി. പിലാത്തോസ് പറയുന്നത് വളരെ മനോഹരമായൊരു വാചകമാണ്: നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങളെ കാവലേർപ്പെടുത്തിക്കോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവനെ കൊല്ലാൻ പറ്റുമായിരിക്കും, അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളുടെ കഴിവ് പോലെ ചെയ്തേക്ക്. അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. കൃത്യമായിട്ട് പ്രത്യുവൃത്തിയിൽ വെച്ച് സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ പിലാത്തോസിന് ഈ കാര്യത്തിൽ ഉറപ്പുണ്ട്. അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മളിന്ന് കാണുന്നത്. 3-ാം ദിവസം ജയഘോഷത്തോടെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഈ ഒരു ഉയർപ്പ് തിരുനാൾ നമുക്ക് നൽകുന്ന വലിയൊരു പ്രത്യാശയാണ്. നമ്മളോട് അവൻ പറഞ്ഞ വാക്ക് അവൻ പാലിക്കും. നമ്മളോട് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആര് നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ വാക്കുകൾ പാലിച്ചിരിക്കും. എന്നേക്കുമായ ഒരു കണ്ണീരിലേക്ക് നമ്മൾ ആരെയും തള്ളിവിടുകയില്ല. എന്നേക്കുമായുള്ള വേദനയിലേക്ക് അവൻ നമ്മളെ വീഴ്ത്തിക്കളയില്ല. കൂടെ ഉണ്ട് എന്നൊരു ഉറപ്പ് ദൈവത്തിൻ്റെ കാര്യത്തിലുണ്ടെങ്കിൽ ഇതുപോലൊരു മഹാത്ഭുതം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളാശംസകൾ.